ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ യാത്ര കോയമ്പത്തൂർക്കാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളായ അഭിലാഷും അജയും ഉണ്ട്. അജയുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരുള്ള കസ്തൂരി നഗർ എന്ന സ്ഥലത്തെ HNS ഹെയർ ആൻഡ് സ്കിൻ കെയർ സെൻറ്ററിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അവൻ ഓൾറെഡി കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്, GFC. അവൻ്റെ മൂന്നാമത്തെ GFC ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഈ വീഡിയോ എടുത്തത് അർജുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്ന് പറഞ്ഞതും അവൻ തന്നെയാണ്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ഇവിടെ കുറച്ച് ചീപ്പാണ്, നല്ല സർവീസുമായിട്ട് അവന് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പലരുടെയും തന്നെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ഈ കഷണ്ടി, മുടി കൊഴിച്ചിൽ, അതുപോലെ നെറ്റ് കയറൽ, തിക്നെസ് കുറവ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അജുവിൻ്റെ മൂന്നാമത്തെ GFC ആണ്. അവന് അത്യാവശ്യം നല്ല റിസൾട്ടും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിത് വീഡിയോ എടുക്കാൻ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. ആദ്യം തന്നെ അവർ കുറച്ച് ക്വാണ്ടിറ്റി ബ്ലഡ് കളക്ട് ചെയ്യും കേട്ടോ. ആ ബ്ലഡ് കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റി ബ്ലഡ് തന്നെ കളക്ട് ചെയ്യും. ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ലാബിലൊക്കെ പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ബ്ലഡ് എടുക്കുന്നുള്ളൂ. പക്ഷേ അല്ല, അത്യാവശ്യം വലിയ സിറിഞ്ചിൽ തന്നെ ബ്ലഡ് എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്ലഡിൽ നിന്നാണ് അവർ പ്ലാസ്മ വേർതിരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇത്രയും ക്വാണ്ടിറ്റി ബ്ലഡ് എടുക്കുന്നത്. പിന്നെ ഈ കളക്ട് ചെയ്ത് വെച്ച ബ്ലഡ് ചെറിയ 4 സിറിഞ്ചുകളിലേക്ക് മാറ്റുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കളക്ട് ചെയ്ത് വെച്ച ബ്ലഡിനെ ഒരു സെൻട്രിഫ്യൂഗൽ മെഷീനിലിട്ട് കറക്കിയിട്ട് ബ്ലഡിലെ ബാക്കിയുള്ള കണ്ടൻറ്റൊക്കെ മാറ്റിയിട്ട് ഈ പ്ലാസ്മേനെ വേർതിരിച്ചെടുക്കുകയാണ്. ഈ വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മയിലേക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മുടെ ഇതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. PRPയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് GFC കേട്ടോ. PRP GFC ഒക്കെ പൊതുവെ ചെയ്യാറ് ഒന്നുകിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഹെയർസ്, നമ്മൾ ഓൾറെഡി ഉള്ള ഹെയർസിന് ഗ്രോത്ത് കൂട്ടാനോ അല്ലെങ്കിൽ തിക്നെസ് കൂട്ടാനോ നമുക്ക് ബേബി ഹെയർസിന് ഗ്രോത്ത് കൂട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് PRP GFC ഒക്കെ ചെയ്തു വരാറുണ്ട്. പക്ഷേ നമ്മുടെ റൂട്ട് നശിച്ച അല്ലെങ്കിൽ ബാൾഡായ ഒരു സ്ഥലത്ത് PRP GFC ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞു തന്നത്. കൂടുതൽ മെഡിക്കൽ വശങ്ങളൊന്നും എനിക്കറിയില്ല. മാക്സിമം ഒരു 15-20 മിനിറ്റിനുള്ള പ്രൊസീജിയർ ആയിരിക്കും കേട്ടോ അത്. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചായിരിക്കും. സെൻസിറ്റീവായ സ്കിന്നാണെങ്കിൽ കുറച്ച് മൈൽഡായിട്ടുള്ളൊരു വേദന ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങളും ഇതുപോലെ അന്വേഷിച്ചിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത ആൾക്കാരോടോ മറ്റോ ചോദിച്ചിട്ട് നമ്മുടെ നാട്ടിലും ഇവിടുത്തെയും റേറ്റിൻ്റെ കാര്യങ്ങളും ഇതുപോലത്തെ സർവീസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഇവിടേക്ക് വന്നാൽ മതി. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.